പ്രിയരെ, എന്തുകൊണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു ഒതൻറ്റിക് സ്റ്റൈൽ അറബിക് മന്തി, അത് നമ്മുടെ നാട്ടിൻ്റെ കൈഗുണവും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാം. അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ ചാനലിൻ്റെ കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ടൈപ്പ് ചെറിയ ചെറിയ സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വഴിയെ പറയാം. ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ ജീരകം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ അരച്ച് നല്ല മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഏതാണ്ട് ഒരു കഷ്ണം മീഡിയം സൈസിൽ 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വെള്ളമെല്ലാം തോർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ മിക്സ് ചെയ്ത് അരച്ചതെല്ലാം കൂടെ ചേർത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. പിന്നെ ഈ സാധനങ്ങളെല്ലാം കൊച്ചായിട്ട് കട്ട് ചെയ്ത് ക്യാപ്സിക്കം, 2 ടൈപ്പ് കളർ ക്യാപ്സിക്കം ഉണ്ട്. ആ ക്യാപ്സിക്കം എല്ലാം കൂടെ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കാം. ഇനി നമ്മളൊരു ഉരുളി അടി കഷ്ണമുള്ള ഒരെണ്ണം എടുത്ത് വെള്ളം ഒരു തുള്ളി ഒഴിക്കാതെ ഈ ചിക്കനെല്ലാം ആ പാത്രത്തിലോട്ട് വെച്ച് തീ കൂട്ടി വെച്ച് വെള്ളം ഇറങ്ങുന്നവരെ അടച്ചു വെക്കാം. ഈ വെള്ളത്തിലായിരിക്കും ഇത് വേവുന്നത്. അല്ലാതെ വെള്ളം എന്ന് പറയുന്ന സാധനമേ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി ഇത് ഏകദേശം നല്ല തിളയായതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന 1/2 ക്യാപ്സിക്കം, ഒരു ഫുൾ ക്യാപ്സിക്കം ഇല്ല, 2 ടൈപ്പ് 1/2 ക്യാപ്സിക്കം ഇടുക. പിന്നെ 1 സവാള കൊച്ചായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ ഇട്ട് ഇതിനെ വീണ്ടും അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം. വെന്ത് ഒരു 15 മിനിറ്റ് മീഡിയം ടു ലോ തീയിലേനി വെക്കാവൂ. വെച്ച് വേവാകുമ്പോഴത്തേന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വേവണം, കാര്യം വെള്ളം വേറെ ഒഴിക്കുന്നില്ല. ഇത് അടച്ച് വെച്ച് നീരാവിയിലും ഒക്കെ വേവുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഒരു 3 കഷ്ണം തക്കാളിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടതിന് ശേഷം കുറച്ച് നേരം കൂടെ തീ കുറച്ച് വെച്ച് വേവിക്കാം. ഇന്ന് ഒരു 10-15 മിനിറ്റ്. അതിനുശേഷം ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് തിരിച്ചിടാം. കണ്ടോ? പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ലൈക്ക് അടിക്കണം, കമൻറ്റും അടിക്കണം. ഇത് നല്ലപോലെ വേവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏതാണ്ട് 2.5 കപ്പ് അരി കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കലം വെച്ച് അതിനകത്ത് വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നത്, എത്ര വെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഈ തിളയിൽ അരി വെന്ത ഉടനെ ബസുമതിയാണ് ഇടുന്ന അരി, 2.5 കപ്പ്. ഇതിനകത്ത് കുറച്ച് പട്ട, നാരങ്ങ, ഉണക്ക നാരങ്ങ, ഗ്രാമ്പു, 4-5 ഗ്രാമ്പു, 5-6 പിന്നെ ഏലക്ക, പിന്നെ 2 മാഗിയുടെ ഇത്, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, സൂര്യകാന്തി എണ്ണ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ, ഇതെല്ലാം ഇട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് ഇതിനെ നല്ലപോലെ തിളയ്ക്കാൻ വെക്കണം. മാഗിയുടെ നിങ്ങൾക്ക് ചേർത്തില്ലെങ്കിലും ഓപ്ഷണലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അരി കുതിർത്തൊരു 15-20 മിനിറ്റ് അരി വെള്ളത്തിയിട്ട് വെച്ചിരുന്നത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2.5 കപ്പ് അരിയും കൂടി ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. 8-10 മിനിറ്റ് തിളച്ചാൽ മതി. അരി അങ്ങ് ഫുൾ വെന്തം കളിയരുത്. 8 മിനിറ്റ് വേകുമ്പോഴത്തേന് പിന്നെ അതിനെ ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തപ്പോഴത്തേന് ചിക്കൻ ഏകദേശം ഒരുവിധം വെന്ത്, നമ്മൾ ബിരിയാണി സ്റ്റൈലൊന്നും അല്ല. ചിക്കൻ കുറച്ച് പീസ് പറക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഊറ്റി വെച്ചിരുന്ന അരിയെ ചോറിനെ ഇതിനകത്തോട്ട് ഇടുക. ചോറ് ഒരു 95% വെന്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ ഊറ്റി വെച്ചേക്കുക ചോറെല്ലാം. ഈ ചോറിനെ നമ്മൾ ഇതിനകത്തോട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ദമ്മിടുന്ന പോലെ. ഇനി ചാർക്കോൾ ചെയ്യണം, പക്ഷേ ചാർക്കോൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. ചോറിനെ അതിനകത്തോട്ട് തട്ടി ഒരു ഹാഫ് ലെയർ ആക്കിയതിന് ശേഷം ഒരു 2-3 പച്ചമുളക് എടുത്ത് വെക്കുക. എന്നിട്ട് 2 തക്കാളി, 2 ക്യാരറ്റും ഒക്കെ വെച്ചതിന് ശേഷം വീണ്ടും ചോറിനെ അതിനകത്ത് മണ്ടയിലോട്ട് ഇടുക. ഇട്ട് ഏറ്റവും മുകളിലാണ് നമ്മൾ ചിക്കൻ പീസ് നേരത്തെ എടുത്ത് മാറ്റി വെച്ച് 5-6 ചിക്കൻ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ പീസോട് ഇട്ട് അടച്ച് നമ്മൾ വെക്കും കേട്ടോ. ചിക്കൻ വേണ്ട എല്ലാം പറക്കി വെച്ച് ബാക്കിയുള്ള തക്കാളി, 1 തക്കാളി കട്ട് ചെയ്തതിൻ്റെ തക്കാളി എല്ലാം പറക്കി വെച്ച് ആ ക്യാരറ്റിൻ്റെ പീസും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതങ്ങ് അടച്ച് ഒരു 10 മിനിറ്റ് കൂടെ അടച്ച് ലോ ഫ്ലെയിമിൽ അടച്ചങ്ങ് വെക്കും. ഈ സമയത്ത് ചാർക്കോൾ ചെയ്യുന്നത്, പക്ഷേ അത് വേണ്ട. കാരണം നമുക്ക് നമ്മുടേതായ സ്റ്റൈലിലാണ് വെക്കുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്. ഈ മയണൈസും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ ഏതാണ്ട് നിങ്ങൾക്ക് കാണാം. പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ ബീറ്റ്റൂട്ട് അച്ചാർ ഇതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. ഇതും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത്, മയണൈസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പോട്ട് ഇടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഫുള്ള്